ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് തമ്മിലുള്ള ടെസ്റ്റ് മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ആർഅശ്വിനും അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയുമാണ് ക്രീസിലുള്ളത്. നമുക്കറിയാം ഇന്ത്യയുടെ ലാസ്റ്റ് ഫോർമർ ബാറ്റ്സ്മാൻമാരാണ്. ഇവരെ കഴിഞ്ഞാൽ പിന്നീട് ബോളർമാരാണ് ഇറങ്ങാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങൾക്കും നിലയുറപ്പിച്ച് ക്രീസിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി മികച്ച കോൺട്രിബ്യൂഷൻസ് നടത്തേണ്ടതായിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ അശ്വിനും അതുപോലെ തന്നെ ജഡേജയും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മികച്ച പ്രകടനമാണ് രണ്ട് താരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അർഷിനൊക്കെ പൊളിച്ചെടുക്കുകയാണ്. മത്സരത്തിന്റെ 6ാമത്തെ ഓവറിലാണ് ഓപ്പണർ ഹിറ്റിമാൻ മടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഹസൻ മഹമ്മൂദ് പുറത്തേക്ക് ചലിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു പന്തിൽ രോഹിത് സ്ലിപ്പിൽ ക്യാപ്റ്റൻ നജമുൽ ഹുസൈന് ക്യാച്ച് നൽകിക്കൊണ്ടായിരുന്നല്ലോ മടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നാലെത്തിയിട്ടുള്ള വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനും ഒന്നും തന്നെ ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരു കാഴ്ച. അദ്ദേഹം ഡെക്കിലാണ് മടങ്ങുന്നത്. വിരാട് കോഹ്ലി ആവട്ടെ ഓഫ് സ്റ്റംപിന് പുറത്തുപോയ ഒരു പന്തിൽ ബാറ്റ് വെച്ച് ലിറ്റൺ ദാസിന് ക്യാച്ച് നൽകിക്കൊണ്ട് മടങ്ങുകയായിരുന്നു. 6 പന്തുകൾ നേരിട്ടുകൊണ്ട് വെറും 6 റൺസ് മാത്രമാണ് കോഹ്ലിയുടെ സംഭാവന. അങ്ങനെ ഒരു ഘട്ടത്തിൽ തകർച്ചയിലേക്ക് വീണു പോയിട്ടുള്ള ടീം ഇന്ത്യയെ പിന്നീട് അക്ഷരാർത്ഥത്തിൽ യശസ്വി ജയ്സ്വാളും ഋഷഭ് പന്തും കൂടി കരകയറ്റുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 34 റൺസ് എന്ന നിലയിൽ തകർന്നു പോയിട്ടുണ്ടായിരുന്ന ടീം ഇന്ത്യയെ ഈ രണ്ട് താരങ്ങളും മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ക്രീസിൽ ഉറച്ചു നിന്നുകൊണ്ട് ടീം ഇന്ത്യയെ കരകയറ്റുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. 62 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് ജയ്സ്വാളും പന്തും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നതും. രണ്ടാം സെഷന്റെ തുടക്കത്തിൽ തന്നെ ഋഷഭ് പന്തിനെ ലിറ്റൺ ദാസിന്റെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ട് മഹമ്മൂദ് വീണ്ടും ബംഗ്ലാദേശിന് ബ്രേക്ക് ത്രൂ നൽകുന്നു. ബംഗ്ലാദേശിന് വേണ്ടി ഹസൻ മഹമ്മൂദ് നടത്തിയ പ്രകടനം എടുത്തു പറയണം. 4 വിക്കറ്റുകളാണ് നിലവിൽ അദ്ദേഹം എടുത്തു കഴിഞ്ഞിരിക്കുന്നത്. അതും ഇന്ത്യയുടെ 4 പ്രധാനപ്പെട്ട ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റുകൾ തന്നെ. ഏതായാലും ഋഷഭ് പന്ത് അദ്ദേഹം നമുക്കറിയാലോ ഏറെ നാളുകൾക്ക് ശേഷമാണ് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയിട്ടുള്ളത്. ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ റോള് പന്ത് ഭംഗിയായി തന്നെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജയ്സ്വാളും ഉടനെ തന്നെ മടങ്ങുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. നദീദ് റാണയുടെ പന്തിൽ ഷദ്മാൻ ഇസ്ലാമിന് ക്യാച്ച് നൽകിക്കൊണ്ടായിരുന്നു ജയ്സ്വാൾ മടങ്ങിയിട്ടുണ്ടായിരുന്നത്. 9 ബൗണ്ടറികളുടെ സഹായത്തോടുകൂടെ അദ്ദേഹം അർദ്ധ സെഞ്ചുറി തികച്ചിട്ടുണ്ടായിരുന്നു. ജയ്സ്വാൾ ഹാഫ് സെഞ്ചുറി തികച്ചതിന് ശേഷം ജയ്സ്വാളിന് വേണ്ടി കൈയടിക്കുന്ന ഹിറ്റ്മാൻ രോഹിത് ശർമ്മയും അതുപോലെ തന്നെ കിങ് വിരാട് കോഹ്ലിയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു മനോഹര കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ എന്താണ് ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാനുള്ള പ്രതീക്ഷയോടുകൂടെ ചെറിയൊരു ഗുഡ് ബൈ.